രണ്ട് വിഷയങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ക്രൈമുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ തലസ്ഥാനത്തെ വാർത്താ പ്രാധാന്യത്തിൽ പിടിച്ചിരുത്തിയ വിഷയങ്ങൾ. ഒന്ന് 2 വയസ്സുകാരിയുടെ തിരോധാനമാണ്. ആ ഒരു കേസിൽ ഇനിയും പ്രതിയെ പിടികൂടാനുണ്ട്. ഇനി മറ്റൊന്ന്, നേമത്ത് പ്രസവത്തിനിടെ യുവതിയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ, അത് വീട്ടിൽ പ്രസവിച്ചതിനിടെ യുവതിയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ പോലീസിന് ഗുരുതര വീഴ്ച എന്നുള്ളൊരു ആക്ഷേപം ശക്തമായി തന്നെ നാട്ടുകാരും ഉന്നയിക്കുന്നുണ്ട്. നേരത്തെ പരാതി നൽകിയിരുന്നതാണ്, എങ്കിലും യുവതിയുടെ മരണത്തിന് ശേഷം മാത്രമാണ് പോലീസ് അവിടെ എത്തിയെന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. മാത്രമല്ല, ഈ പ്രതിക്കെതിരെയും നാട്ടുകാരുടെ വലിയ രീതിയിലുള്ള പരാതി ഉണ്ട്. ഇന്ന് ഈ വ്യാജ അക്യൂപഞ്ചർ ചികിത്സകനെ പോലീസ് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയുമാണ്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തായാലും അറിയേണ്ടതുണ്ട്. എന്തായാലും ഈ പ്രതിക്ക് SDPI ബന്ധം അതും സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. SDPIയുടെ സജീവ പ്രവർത്തകനായിരുന്നു പ്രതി എന്ന് മനസ്സിലാക്കുന്നു. ചന്തു, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. നേമത്ത് പ്രസവം വീട്ടിൽ നടത്തിയതിനെ തുടർന്ന് ഈ യുവതിയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ നയാസിനെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. അത് നരഹത്യ കുറ്റം ചുമത്തിയിട്ടുണ്ട്. പ്രസവം അലസിപ്പിക്കൽ, സ്ത്രീയുടെ സമ്മതമില്ലാതെ പ്രസവം അലസിപ്പിക്കൽ, അത് മരണത്തിന് കാരണമാവുക തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഇയാളുടെ അറസ്റ്റ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തി. ഇയാൾ ഇപ്പോൾ റിമാൻഡിലാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധന പോലീസ് നടത്തുമ്പോഴും പോലീസിന് ഈ സംഭവത്തിൽ ഗുരുതര വീഴ്ച വന്നതായാണ് നാട്ടുകാർ അടക്കം കഴിഞ്ഞ ദിവസം പരാതി പറഞ്ഞത്. കാരണം ആശാ വർക്കർമാർ ഉൾപ്പെടെ നിരവധി തവണ ഈ വീട്ടിലെത്തി ഈ യുവതിയുടെ ആരോഗ്യ വിവരങ്ങൾ അടക്കം പരിശോധിച്ചു വരികയായിരുന്നു. അപ്പോഴെല്ലാം ഈ നയാസ് വളരെ നിരുത്തരവാദപരമായ സമീപനമാണ് ഈ ആശാ വർക്കർമാരോട് സ്വീകരിച്ചിരുന്നത്. മാത്രമല്ല, അവരോട് കയർത്ത് സംസാരിക്കുകയും അവർക്ക് ആധുനിക ചികിത്സ വേണ്ട എന്ന തരത്തിൽ പെരുമാറുകയും ചെയ്തു. ഈ നയാസിനെ ഭയപ്പെട്ട് സ്ത്രീയും ഇതിനെ എതിർത്തിരുന്നില്ല. കാരണം അവർ ഭയം കൊണ്ട് ഈ ചികിത്സയ്ക്ക് പോകാൻ തയ്യാറായിരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം വാർഡ് കൗൺസിലർ അടക്കം നമ്മോട് വ്യക്തമാക്കിയത്. അപ്പോൾ സ്വാഭാവികമായും ഈ ആശാ വർക്കർമാർ ഇതനുസരിച്ച് DMOയ്ക്ക് ഉൾപ്പെടെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ DMO തന്നെ പോലീസിനോട് വിവരങ്ങൾ തേടുകയും അവർക്ക് മതിയായ സുരക്ഷ ഈ ചികിത്സ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് പറയുകയും ചെയ്തിരുന്നു. പക്ഷെ പോലീസ് സ്ഥലത്തെത്തുമ്പോഴും പോലീസിനോടും ഇത്തരത്തിൽ നയാസ് കയർത്ത് സംസാരിക്കുകയും ഇത് തന്റെ ഭാര്യയുടെ കാര്യമാണ്, അത് നോക്കാൻ തനിക്കറിയാമെന്ന തരത്തിൽ പെരുമാറുകയും ചെയ്തു. ഇത് കേട്ട് പോലീസ് അവിടെ നിന്ന് മടങ്ങിപ്പോവുകയായിരുന്നു. പക്ഷേ അവർക്ക് ആ സമയത്ത് പോലീസ് എത്തിയ സമയത്ത് തന്നെ സ്ത്രീയെ ഈ യുവതിയോട് സംസാരിക്കുകയും അവർക്ക് എന്തെങ്കിലും കൗൺസിലിംഗ് നടത്താനുള്ള നടപടികൾ സ്വീകരിക്കുക, അവരെ ആധുനിക ചികിത്സ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടി സ്വീകരിക്കുകയും നയാസിനെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും അയാളെ ഈ ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്ത്രീയുമായി ആശുപത്രിയിലേക്ക് പോകുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൃത്യമായ നടപടി പോലീസ് അവിടെ സ്വീകരിച്ചിരുന്നുവെങ്കിൽ കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു ദാരുണ സംഭവം ഉണ്ടാകുമായിരുന്നില്ല എന്ന ഒരു പരാതിയാണ് നാട്ടുകാരടക്കം കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നത്. എന്തായാലും പോലീസിന് ഇത് സംബന്ധിച്ച് ഗുരുതരമായ വീഴ്ച ഇവിടെ ഉണ്ടായി എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ യുവതി പ്രസവം അടുത്തിരിക്കുന്ന കാര്യം ഉൾപ്പെടെ വീട്ടുകാരുടെ അടുത്ത് നിന്നും നയാസ് മറച്ചു വെക്കുന്നു. തുടർന്ന് ഈ അക്യുപഞ്ചർ ചികിത്സകൻ ഒരു വ്യാജ അക്യുപഞ്ചർ ചികിത്സകനാണെന്ന് പറയപ്പെടുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കൃത്യമായ പരിശോധന നടത്തി വരുന്നതേ ഉള്ളൂ. ഇയാളുടെ ചികിത്സ തേടുന്നു. ഇയാളുടെ നിർദ്ദേശപ്രകാരമാണ് വീട്ടിൽ തന്നെ യുവതിക്ക് അക്യുപഞ്ചർ ചികിത്സ നൽകി വരുന്നതും ഈ അക്യുപഞ്ചർ ചികിത്സയിലൂടെ പ്രസവം എടുക്കാനുള്ള നടപടിയൊക്കെ സ്വീകരിക്കുന്നതും. എന്തായാലും ഈ അക്യുപഞ്ചർ ചികിത്സകനെ ഇന്ന് പോലീസ് വിശദമായി ചോദ്യം ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അയാളുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയതിനു ശേഷമാകും ഇതിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമോ എന്ന കാര്യത്തിലൊക്കെ തീരുമാനം ഉണ്ടാകുക. കഴിഞ്ഞ ദിവസം പോലീസ് വ്യക്തമാക്കിയത് കൂടുതൽ അറസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്നാണ്. മറ്റുള്ളവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ഈ അക്യുപങ്ചർ ചികിത്സകനെ കൂടാതെ ഈ നയാസിന്റെ ആദ്യ ഭാര്യയിലുള്ള മക്കൾ ഉൾപ്പെടെ, ഭാര്യയും മക്കളും ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളും ഇന്ന് പോലീസ് നടക്കും. ആ മൊഴിയെടുപ്പിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി പോലീസിന്റെ മുന്നോട്ടുള്ള നീക്കം. അതനുസരിച്ച് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.